ആദിപ്പാനെല്ലാം ദൈവം ഒരുക്കുന്ന വലിയ അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകലിലും ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരു പകൽക്കാലമാക്കി മാറട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കാധാരമായ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. യോഹന്നാൻ 2:11. യോഹന്നാൻ 2:11. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയുടെ കാനാവിൽ വച്ചു ചെയ്തു. അത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നല്ല വചനത്തിനായി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, പുരശക്തിയോടൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ. ഈ പകൽക്കാലം ശാന്തമായ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് തന്ന 1-2 ചിന്തകൾ മാത്രം നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. കർത്താവിൻ്റെ വചനവും സുവിശേഷവും നിമിത്തം ഈ പകലിലും ഈ ദേശത്തിൻ്റെ നടുവിൽ കടന്നു വരുവാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ എല്ലാം നമുക്ക് ദൈവം കൃപ തരുന്നല്ലോ. ശക്തമായ പാട്ടുകൾ പാടി നമ്മെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധനയിൽ നമ്മെ ലീഡ് ചെയ്ത കർത്തൃദാസനോടുള്ള നന്ദി ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. തുടർന്നുള്ള നിമിഷം ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് തന്ന ചെറിയ 1-2 ചിന്തകൾ വേഗത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നാം വായിച്ച വചനത്തിനകത്ത് ഇങ്ങനെ കാണാൻ കഴിയുന്നു, യേശു ഇതിന് അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിൽ വെച്ച് ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അവിടെ വായിക്കുന്ന പദം മാത്രം ഞാൻ അടർത്തിയെടുക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നുള്ള സന്ദർഭമാണ്. നമുക്കെല്ലാവർക്കും ഒട്ടുമിക്ക പേർക്കും അറിയാവുന്നുള്ള സന്ദർഭമാണ്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ താൻ ചെയ്ത ആദ്യത്തെ അത്ഭുതമാണ് കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്നുള്ളത്. അതിനകത്ത് പറയുന്നൊരു പദം മാത്രം ഞാൻ അടർത്തിയെടുത്ത് നിങ്ങൾക്ക് കൈമാറാം. നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ, വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഈ പകൽക്കാലം, ഈ ഉച്ചകഴിഞ്ഞ ഈ സമയത്ത് നിങ്ങൾക്ക് സ്വീകരിക്കാം. അവിടെ ഇങ്ങനെ പറയുന്നു, അത്ഭുതങ്ങളുടെ ആരംഭമായി അല്ലെങ്കിൽ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിൽ വെച്ചു ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ശ്രദ്ധിക്കണമേ പ്രിയരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം അല്ലെങ്കിൽ യോഹന്നാൻ്റെ എഴുത്തുകളിൽ മാത്രം ദൈവത്തിൻ്റെ അത്ഭുതത്തെ പറയുന്ന ഒരു പദമുണ്ട്, സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. മറ്റ് ഇതരല്ലേ സുവിശേഷങ്ങൾക്കകത്ത് സമകാലിക സുവിശേഷങ്ങളായ മത്തായി, മാർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങൾക്കകത്ത് കാണാൻ കഴിയാത്ത ഒരു ഫ്രേസാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നത്. അടയാളം എന്നൊരു പദമാണ്, അടയാളം എന്നൊരു പദം. ഇംഗ്ലീഷിൽ അതിനെ സൈൻസ് ആൻഡ് വണ്ടേഴ്സ് എന്നാണ് കാണാൻ കഴിയുന്നത്. അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളുടെ ആരംഭമായി കാനാവിൽ വെച്ച് ചെയ്ത ദൈവത്തിൻ്റെ പ്രവൃത്തി, അത് മുഖാന്തരം മഹത്വം ആ ദേശത്ത് വെളിപ്പെട്ടു. അത് മുഖാന്തരം ദൈവത്തിൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്നാണ് പദം. ഞാൻ അതിനകത്തുനിന്ന് 2 ഫ്രേസുകൾ മാത്രം അടർത്തിയെടുക്കുകയാണ്. ഇങ്ങനെ പറയുകയാണ്, യേശു അത്ഭുതങ്ങളുടെ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, യേശു അത്ഭുതങ്ങളുടെ ആരംഭമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതത്തിന് ഒരാരംഭമുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മളും ഇവിടെ ഒരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷയില്ലെന്ന് തോന്നുന്നെങ്കിൽ ഈ പ്രസംഗിക്കുന്ന എനിക്ക് പ്രതീക്ഷയുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നു ദൈവത്തിൻ്റെ ഒരു ചലനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു അത്ഭുതമുണ്ട്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. തകർന്നുപോയ എൻ്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും കാണാത്തൊരു ദൈവപ്രവൃത്തിയുടെ തലം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് എക്സ്പെക്റ്റ് ചെയ്താണ് ഈ 3-ാമത്തെ ഫ്ലോറിൽ നമ്മൾ കയറി വന്നത്. ഇവിടെ ഇരിക്കുമ്പോഴും പാടുമ്പോഴും പ്രാർത്ഥിക്കുന്നപ്പോഴും ദൈവദാസന്മാർ ആരാധനയിൽ നമ്മൾ ലീഡ് ചെയ്യുമ്പോഴും ഹൃദയത്തിൻ്റെ എവിടെയൊക്കെ ആരും അറിയാതെ പറയുന്നുണ്ട്, കർത്താവേ എൻ്റെ വിഷയത്തിൻ്റെ മേൽ നീ ഒന്ന് പ്രവർത്തിക്കണമേ. ഞാൻ കരഞ്ഞുകൊണ്ട് കയറി വന്ന ആ മേഖലയുടെ മേൽ ദൈവമേ നിന്റെ കരമൊന്ന് ചലിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ ആ അത്ഭുതത്തിന് ഒരാരംഭമുണ്ടെന്നാണ് ഞാൻ ഇന്ന് പകൽ പറയുന്നത്. ഇന്ന് പകൽക്കാലം ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് ഒരു
ആരംഭമുണ്ട്. ദൈവം ചെയ്യുന്ന അടയാളങ്ങൾക്ക് ഒരാരംഭമുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം വെളിപ്പെടണമേ, ഒരത്ഭുതം വെളിപ്പെടണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കാത്തിരിക്കുന്നത് ഒരടയാളത്തിന് വേണ്ടിയാണ്. അമ്മേ, ഒരു അത്ഭുതത്തിന് വേണ്ടിയാണ്. അത്ഭുതങ്ങൾക്കൊരാരംഭമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ നീ കണ്ണുനീരോടെ കരഞ്ഞ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരുന്നതിനൊരാരംഭമുണ്ട്. ഹല്ലേലൂയ. 1-2 ആരംഭങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ഈ പകൽക്കാലം നിങ്ങൾ അത് വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതത്തിന്റെ ആരംഭത്തിലാണ്. നിങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ വചന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത്ഭുതങ്ങൾക്കൊരാരംഭമുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്ന അത്ഭുതത്തിനും ഒരാരംഭമുണ്ട്. അമ്മേ, കരമുയർത്തി പറഞ്ഞാട്ടെ, എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന അത്ഭുതത്തിനൊരാരംഭമുണ്ട്. അമ്മേ, ആ ആരംഭം കേൾക്കുമ്പോൾ പൊക്കിയ കൈയൊന്നും താക്കരുത്. ആമേൻ, ഹല്ലേലൂയ. അടുത്ത ആഴ്ചയും കയറി വരണം. അമ്മേ, അന്ന് പകൽക്കാലം ശ്രദ്ധിച്ച്, അത്ഭുതത്തിനൊരാരംഭം ഉണ്ട്. ആ ആരംഭത്തിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നിരുന്ന് കരയുന്നേ. നമ്മൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നേ. ഒന്നാമത്തെ ഒരു പ്രത്യേകത ഞാൻ പറയാം, ഒന്നാമത്തെ ഒരു അടയാളം ഞാൻ പറയാം. അത്ഭുതം നിന്നിൽ വെളിപ്പെടാൻ പോകുന്നു എന്നതിൽ ഒന്നാമത്തെ അടയാളം ഇത്രയേ ഉള്ളൂ. വചനം പറയുന്നു, ശിഷ്യന്മാർ ഏകദേശം 5000 പുരുഷന്മാരും ശിഷ്യന്മാരും കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ അല്ലെങ്കിൽ മലമേൽ കയറി നീണ്ട ദിവസങ്ങൾ ശിഷ്യന്മാരോട് ദൈവത്തിൻ്റെ വചനം കൈമാറുകയാണ്. മത്തായി 6-7 നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. അധ്യായങ്ങൾ ദൈവം കൈമാറുകയാണ്. കൈമാറി സമയം പോയത് അറിഞ്ഞില്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, അയ്യോ രാത്രിയായി പകല് വന്നു, പിന്നെ രാത്രി. അമ്മേ, കർത്താവിന്റെ വചനം കേട്ട സമയം പോകുന്നത് ഇതുവരെ ഇല്ലാത്തൊരു ആശ്വാസമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കിട്ടും. അമ്മേ, എല്ലാം തകർന്നിരിക്കുന്ന സമയത്ത് ഒരു 4 വരി പാട്ടൊന്ന് കേട്ടാൽ നമുക്ക് ആശ്വാസം വരും. അമ്മേ, ഒരു ദൈവത്തിന്റെ വചനം അതൊന്ന് കേട്ടുകഴിഞ്ഞാൽ മരുഭൂമിക്കകത്ത് ചാറ്റൽ മഴ പോലെ പെയ്തു വീഴുന്നത് പോലെ ഒരു ആശ്വാസം നമ്മിൽ വെളിപ്പെടാറുണ്ട്. അമ്മേ, അതുപോലെ 5000 പുരുഷന്മാർ, ഏകദേശം 10-15,000 ജനക്കൂട്ടം കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന തിരുവായ് മൊഴി കേട്ട് ദിവസം മറന്നു, സമയം മറന്നു. 3 ദിവസങ്ങൾ അവന്റെ മുൻപിൽ വചനം കേട്ടിരിക്കുക. ആ വചനം കേട്ട് അവരെല്ലാം പുരുഷാരൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ കർത്താവിന് മനസ്സിലായി, ഇവർ തിരിച്ചു പോകുന്ന വഴിക്ക് വീട്ടിലെത്താൻ സാധ്യതയില്ല. കാരണം അവരുടെ ശരീരം ബലഹീനമാണ്. കഴിഞ്ഞ 3 ദിവസമായി ഇവർ ആഹാരം കഴിച്ചിട്ടില്ല. ശിഷ്യന്മാരോട് ചോദിച്ചു, ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് ആഹാരം കൊടുപ്പി. അവർ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, മരുഭൂമിയിൽ എവിടെന്നാ ആഹാരം ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്നാ കൊടുക്കേണ്ടത്? കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ആരുടെയും കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ശിഷ്യന്മാരിൽ ഒരുവൻ പറയുന്നുണ്ട്, കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബാലൻ വന്ന സമയത്ത് നല്ലൊരു മീനിന്റെ മണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു മീനിന്റെ മണം. അവന്റെ അടുക്കൽ ഞാൻ നയത്തിൽ പോയപ്പോൾ മനസ്സിലായി, അവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും. ഇവിടെ ആകപ്പാടെയുള്ളത് 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. കർത്താവ് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഉള്ളതെന്റെ കരത്തിൽ തരിക. ഈ പ്രഭാതത്തിലും ഈ പകൽ ഉച്ച കഴിഞ്ഞ സമയത്ത് ആത്മാവിൽ ഞാൻ പറയട്ടെ, എല്ലാം തകർന്നായിരിക്കുക, ജീവിതം ശൂന്യമായിരിക്കുക, ആത്മഹത്യം മാത്രമേ നിന്റെ മുൻപിലുള്ളൂ ആയിരിക്കുക. ചിന്തിച്ച വഴികളും വാതിലുകളും ചേർത്ത് പിടിക്കുമെന്ന് കരുതിയവര്, നല്ല വാക്ക് പറയുമെന്ന് കരുതിയവരും നിന്നെ പകച്ചായിരിക്കാം. പക്ഷേ ഇന്നു പകൽ ദൈവത്തിന്റെ കരത്തിൽ ഉള്ളത് കൊടുത്തു കഴിഞ്ഞ അതിന്റെ മേലും അത്ഭുതം ചെയ്യാ എന്റെ ദൈവത്തിന് കഴിയൂ. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് എന്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. ഓ
നിന്റെ ഉള്ള അവസ്ഥയ്ക്കകത്തു നിന്ന് ദൈവത്തിന്റെ കരത്തിൽ ആ വിഷയത്തെ കൊടുത്ത് എന്റെ ദൈവത്തിന്റെ കരത്തിൽ ഈ പകലും മറുപടിയുണ്ട്. ആഴമായി ദൈവം ഇടപെടുകയാണ് കേട്ടോ. ആരുടെയൊക്കെ ഹൃദയത്തെ തട്ടി ദൈവം ഇടപെടുക. എല്ലാം തകർന്നെന്ന് നീ ചിന്തിക്കുന്ന സാഹചര്യത്തിനകത്തും കുഞ്ഞെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഒരു സാധ്യതയില്ലെന്ന് പറയുന്ന നിന്റെ ജീവിതത്തെയും, ഒരു സാധ്യതയില്ലെന്ന് പറയുന്ന നിന്റെ കുടുംബത്തെയും, ഒരു സാധ്യതയില്ലെന്ന് പറയുന്ന നിന്റെ ഉപജീവനത്തെയും, ഇനി ഒരു രക്ഷയില്ല ദൈവദാസനെ എന്ന് പറയുന്ന നിന്റെ തലമുറയുടെ ഭാവിയെയും, ഇനി ഒരിക്കലും ഉയർന്നു വരാൻ സാധ്യതയില്ലെന്ന് പറയുന്ന നിന്റെ ബിസിനസ്സിനെയും തൊട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് ഈ പകൽ ഞാൻ പ്രസംഗിക്കുന്നത്, ഈ പകൽക്കാലം പ്രസംഗിക്കുന്നത്. ഇന്ന് പകൽ എന്റെ തകർച്ച മാറ്റിയ ദൈവം ഈ പകലും ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിന്റെ വിഷയത്തിന് മറുപടി തരാ എന്റെ ദൈവം ശക്തനാണ്. ആരും നമ്മുടെ കൂടെ ഇല്ലേലും, ആരും ചേർത്ത് നിർത്താനില്ലേലും, ആരും നല്ല വാക്ക് പറയാനില്ലേലും, ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കരത്തിൽ കൊടുക്കാവോ? ആമേ. ആ പിഞ്ചു ബാലകന്റെ കയ്യിൽ വെറും 5 അപ്പവും 2 മീനും മാത്രമുണ്ട്. ശിഷ്യന്മാരിൽ ഒരുവൻ അടുത്ത് വന്നിട്ട് പറയുക, നാഥൻ നിന്റെ കയ്യിലുള്ള അപ്പത്തെ ചോദിക്കുക. അവൻ മടിച്ചില്ല കേട്ടോ. അവനൊരു ഉറപ്പുണ്ട്, ഒരു ഉറപ്പുണ്ട്. എൻ്റെ അമ്മ എൻ്റെ വീട്ടിനകത്തുനിന്ന് ഞാൻ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഇറങ്ങിത്തിരിക്കുമോ മകനെ, നീ വിശന്നു പോകാതിരിക്കേണ്ടതിന് ഈ അപ്പവും മീനും നിന്റെ കയ്യിലിരുന്നോട്ടെ എന്ന് വച്ചു തന്ന മീനും അപ്പവും ഞാൻ മറന്നുപോയെങ്കിലും ഈ ജീർണിച്ചു തുടങ്ങിയ 3 ദിവസം പഴക്കമുള്ള ഈ അപ്പത്തെയും മീനിനെയും എൻ്റെ ദൈവത്തിന്റെ കരത്തിൽ കൊടുത്ത അവൻ തിരികെ സാധാരണമായി തിരിച്ചു തരില്ല. അവനെ മഹത്വമായി തിരിച്ചു തരുമെങ്കിൽ ഈ പകൽ ജീർണിച്ചു തുടങ്ങിയ നിന്റെ ജീവിതത്തെ, തകർന്നു തുടങ്ങിയ നിന്റെ ജീവിതത്തെ, തകർന്നു തുടങ്ങിയ നിന്റെ ബിസിനസ്സിനെ, തകർന്നു തുടങ്ങിയ നിന്റെ ജോലി മണ്ഡലത്തെ എൻ്റെ ദൈവത്തിന്റെ കരത്തിൽ കൊടുത്തതുപോലെ അവൻ തിരിച്ചു തരില്ല. സംതിങ് സൂപ്പർ നാച്ചുറൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തി മടക്കി തരാ എന്റെ ദൈവത്തിന് ശക്തിയുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് അല്പസമയം എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കട്ടെ. ചില ജീവിതത്തിനകത്ത് ദൈവം ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുക, ചില കുടുംബങ്ങൾക്കകത്ത് ദൈവം ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുക. ഇതുവരെ കാണാത്ത ചില ദൈവപ്രവർത്തികൾ, ഇതുവരെ നീ കൊതിച്ചിട്ടും കാണാതെ പോയ ദൈവത്തിന്റെ മകത്ത് ഈ പകൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാൻ നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്നെ വർദ്ധിപ്പിക്കേണ്ട ഇടത്ത് ദൈവത്തിന്റെ ദൂതനിറങ്ങ്. നിനക്ക് വേണ്ടി ചലിക്കേണ്ട ഇടത്ത് ഓ ശബരാധരാബലക്ഷ് കരമടിക്കുന്നെങ്കിൽ നന്നായി, അന്യഭാഷ പറയുന്നെങ്കിൽ നന്നായി, ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ നന്നായി. ഈ പകൽ നിന്റെ സ്തുതിയുടെ നടുവിൽ എൻ്റെ ദൈവം ഇറങ്ങി വരട്ടെ. നിന്റെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. ആളുകൾ പഴക്കമുള്ള നിന്റെ ജീവിതത്തെ അവർണ്ണനീയമാക്കി മാറ്റാൻ കഴിയുന്ന വലിയ ദൈവത്തിൻ്റെ പദ്ധതികൾ, വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഈ പകൽക്കാലം ദൈവാത്മാവ് ചെയ്യട്ടെ. ഓ, ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില കൂടാരങ്ങൾക്കകത്ത് ശത്രു ചെയ്തു വച്ച ചില നേർച്ചയുടെ മണ്ഡലങ്ങൾ, ശത്രു ചെയ്തു വച്ച ചില ആഭിചാരത്തിന്റെ കെട്ടുകൾ ഈ പകൽ തുറാമെ പൊളിയുക, ഈ പകൽ പൊളിയുക. ഒരു പാസ്റ്റർ നിന്റെ തലയിൽ കൈവയ്ക്കണ്ട, ഒരു ദൈവദാസനം നിന്റെ തലയിൽ കൈവയ്ക്കണ്ട. ഈ പകൽക്കാലം ദൈവത്തിന്റെ കര ഈ പകൽക്കാലം ചലിച്ച ഇന്ന് പകൽ കയറി വന്നതുപോലെയല്ല നിന്റെ ജീവിതത്തിൽ സമാധാനം വെളിപ്പെടും. നിന്റെ ജീവിതത്തിനകത്ത് അടഞ്ഞുപോയ വാതിലുകൾ എന്റെ ദൈവം തുറന്നു വരും. തൊടുന്നു. അറ്റ്മോസ്ഫിയറുകൾ ചേഞ്ച് ആകുന്നു. ചില കൂടാരങ്ങൾക്കകത്ത് സമാധാനം.
ഇന്ന് പകൽ ഈ സന്ധ്യയോടടുക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ കരത്തിൽ നിന്റെ വിഷയത്തെ കൊടുക്കാമോ? ഒരു പാസ്റ്ററോടും പറയണ്ട കുഞ്ഞെ, ഒരു വ്യക്തിയോടും പറയണ്ട, ഒരു സഹോദരങ്ങളോടും പറയണ്ട. നിന്റെ വിഷയത്തെ ഡയറക്റ്റ് കൊടുക്കുക. ഈ പകൽ എൻ്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഹൃദയം തുറന്ന് പറ, കർത്താവേ, യേശുവേ, എൻ്റെ വിഷയത്തെ നിന്റെ കരത്തിൽ തരിക, എൻ്റെ ജീവിതത്തെ നിന്റെ കരത്തിൽ തരിക, എൻ്റെ ഭാവിയെ നിന്റെ കരത്തിൽ തരിക, എൻ്റെ ബിസിനസ്സിനെ നിന്റെ കരത്തിൽ തരിക, എൻ്റെ നാളെ അങ്ങയുടെ കരത്തിൽ തരിക. എങ്കിൽ ഈ പകൽ നീ ഒരു അത്ഭുതമായി പുറത്തു പോകും. ഹല്ലേലൂയ. മടിക്കരുത് കേട്ടോ, മടിക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നാട്ടുകാരുടെ മുൻപിൽ കരം നീട്ടുന്നതിനേക്കാൾ കുടുംബക്കാരുടെ മുൻപിൽ നിന്റെ സങ്കടം പറയുന്നതിനേക്കാൾ മാറിയിരുന്ന് ദൈവത്തോട് പറയുന്നത് നല്ലത്. നിന്റെ വിഷയത്തെ ദൈവത്തിന് കൊടുക്കുന്നത് നല്ലത്. ആരും നിന്നെ അറിഞ്ഞില്ലേലും എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ഭർത്താവ് നിന്നെ അറിഞ്ഞില്ലേലും, ഭാര്യ നിന്നെ അറിഞ്ഞില്ലേലും, ഒരായുസ് മുഴുവനും വളർത്തി വലുതാക്കിയ തലമുറകൾ നിന്നെ തിരിച്ചറിഞ്ഞില്ലേലും അറിയുന്നൊരു കർത്താവുണ്ട്. അവന്റെ കരത്തിൽ 5 അപ്പത്തെ 2 മീനിനെയും കൊടുത്തപ്പോ, ശ്രദ്ധിച്ചേ, 5 അപ്പത്തെ 2 മീനിനെയും എൻ്റെ അരുമനാഥന്റെ കയ്യിൽ ശിഷ്യന്മാർ കൊടുത്തപ്പോൾ അവൻ അപ്പത്തെയും മേടിച്ചു. അപ്പത്തെ മേടിച്ചു, അപ്പത്തെ അവന്റെ കരത്തിലെടുത്തു. ഞാൻ അത്ഭുതങ്ങളുടെ ആരംഭം പറയാൻ പോവുക. ആ അപ്പത്തെ അവന്റെ കരത്തിൽ എടുത്തു. കരത്തിലെടുത്ത അപ്പത്തെ എൻ്റെ ദൈവം ഒന്ന് ഉയർത്തി, ഉയർത്തി. ദൈവത്തിൻ്റെ അടുക്കൽ നമ്മുടെ വിഷയത്തെ കൊടുത്തപ്പോൾ ദൈവം പെട്ടെന്നൊന്ന് ഉയർത്തി. ഉയർച്ച കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു, ഈ ഉയർച്ച എന്നും കാണുമെന്ന്, ഈ ഉയർച്ച ശാശ്വതമാണെന്ന്, ഈ വിടുതൽ ശാശ്വതമാണെന്ന്. പക്ഷെ കേട്ടോ പ്രിയരെ, വചനം പറയുന്നു, ഉയർത്തിയ അപ്പത്തെ എൻ്റെ ദൈവം നുറുക്കി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് എൻ്റെ കർത്താവിൻ്റെ കരത്തിലിരുന്ന അപ്പത്തെ എൻ്റെ കർത്താവ് നുറുക്കി. ഈ പകൽക്കാലം ആരെങ്കിലും പറയുന്നുണ്ടോ, പാഷ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ തകർച്ച എൻ്റെ ജീവിതത്തിൽ വന്നേ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ നുറുക്കം എൻ്റെ ജീവിതത്തിൽ വന്നേ, ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല എൻ്റെ ജീവിതം ഇങ്ങനെ ആകുമെന്ന്, ഞാൻ ഇങ്ങനെ ഉടയുമെന്ന്, ഇങ്ങനെ ഞാൻ തകരുമെന്ന്, ഇങ്ങനെ ഞാൻ നുറുക്കപ്പെടുമെന്ന്. ഇന്ന് പകൽ ശ്രദ്ധിച്ചേ, ആ കർത്താവിൻ്റെ കരത്തിലിരിക്കുന്ന അപ്പത്തെ കർത്താവ് നുറുക്കി. നുറുക്കിയപ്പോൾ ഈ അപ്പം ഇന്ന് കാണാൻ എങ്ങനെയാ? നുറുക്കപ്പെട്ട അപ്പമാ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുൻപിൽ ഇത് നുറുങ്ങിയ അപ്പമാണ്. കൂട്ടുകാരുടെ മുൻപിൽ ഇത് നുറുങ്ങിയ അപ്പമാണ്. എവിടെയൊക്കെ തകർന്നു അപ്പമാണ്, എവിടെയൊക്കെ നുറുങ്ങിയ അപ്പമാണ്. പക്ഷെ ഇന്ന് പകൽ ദൈവത്തിന് പറയാനൊരു ദൂതുണ്ട്. അപ്പം നുറുങ്ങിയെടുത്ത അപ്പത്തിൽ വർധന വെളിപ്പെട്ടത് ഈ പകൽ അത്ഭുതത്തിന്റെ ആരംഭം കേൾക്കണോ? നീ എവിടെ നുറുങ്ങിയോ അവിടെയാണ് അത്ഭുതത്തിന്റെ ആരംഭം. എത്ര പേർക്ക് പിടി കിട്ടിയെന്ന് അറിയില്ല. കുഞ്ഞെ, നീ ആരും അറിയാതെ കരഞ്ഞ രാത്രികളിൽ, ആരും അറിയാതെ ഒറ്റക്കിരുന്ന് വിലപിച്ച നാളുകളിൽ എന്റെ ജീവിതത്തിനകത്ത് അപ്പനെ ഒരു വാതിൽ തുറക്കണമേ. ഇന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇന്നെന്നപ്പാ, ഇന്ന് എനിക്ക് വേണ്ടി വാതിൽ തുറന്നില്ലെങ്കിൽ ഇനി എന്നോർത്ത് നുറുങ്ങിയ ചില നുറുക്കത്തിന്റെ മേഖലകളില്ലേ, ആരും അറിയാതെ നുറുങ്ങി കരഞ്ഞ ചില രാത്രികളില്ലേ, ചങ്കുപിടയുന്നത് പോലത്തെ അവസ്ഥകൾ നിന്റെ കൂടാരത്തിനും നിന്റെ ജീവിതത്തിന് നേരെ നിന്നപ്പോൾ ദൈവത്തെ മറക്കാതെ പിടിച്ചു നിൽക്കാൻ നോക്കിയില്ലേ. പക്ഷെ എന്റെ ദൈവം പറയുക, കുഞ്ഞ്, നീ അപ്പം ആയിരിക്കുന്നിടത്തോളം കാലം അതിനൊരു വർധനവില്ല, അതിലൊരു അത്ഭുതമില്ല. പക്ഷെ നീ എവിടെ നുറുങ്ങിയോ അവിടെ നീ വർദ്ധിക്കാൻ തുടങ്ങി. ഈ പകൽക്കാലം ദൈവാത്മാവ് പറയുകയോ, നീ ഉറങ്ങാമേ നുറുങ്ങിയെടുത്ത് എന്റെ ദൈവം
കരമടിക്കുമെങ്കിൽ നന്നായി, അന്യഭാഷ പറയുമെങ്കിൽ കരയുന്നെങ്കിൽ ദൈവസന്നിധി നന്നായി കരഞ്ഞോട്. ഈ പകൽക്കാലം നിന്റെ നുറുക്കങ്ങളുടെ പിറകിൽ ഒരു അത്ഭുതമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ ജീവിതം ഇങ്ങനെ നുറുങ്ങുമെന്ന്, ഞാൻ ഇങ്ങനെ തകർന്നു പോകുമോന്ന്, ഞാൻ ഒറ്റപ്പെട്ടു പോകുമോന്ന്. എങ്കിലും ഞാൻ പിടിച്ചു നിന്നു എന്ന് പറയുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. എൻ്റെ ദൈവം പറയുക, ഈ നുറുക്കം നീ ഭയപ്പെടേണ്ട കേട്ടോ. ഇത് അത്ഭുതത്തിന്റെ ആരംഭമാണ്. നീ കരഞ്ഞ രാത്രികളിൽ അവരടയാളമാണ്. മനസ്സിലായവരുണ്ടെങ്കിൽ ഈ വചനം അങ്ങനെ ചലിക്കുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, രാജ്യങ്ങൾക്കപ്പുറം ഈ വചനം ചലിക്കുക, പട്ടണങ്ങളുടെ അപ്പുറം ഈ വചനം ചലിക്കുക, ദേശങ്ങൾക്കപ്പുറം അല്ല കോണ്ടിനെന്റുകൾക്കപ്പുറം ഈ വചനം ചലിക്കുക. ലൈവിലൂടെ എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം പ്രാർത്ഥിച്ചോ. നിന്റെ നുറുക്കം തകർച്ചക്കല്ല് കുഞ്ഞ്, നിന്റെ നുറുക്ക ഒരു വർച്ചനവിനാണ്. പക്ഷെ ഒരു ഉറപ്പ് ഞാൻ പറയാൻ കേട്ടോ, അപ്പം നുറുക്കി സത്യമാ, അപ്പം നുറുങ്ങി സത്യമാ എന്ന് പറയാമോ? ഞാൻ നുറുങ്ങി സത്യമാ. നിങ്ങൾക്ക് പറയാം ആമേ, തൻ്റെ ഇടമില്ലല്ലോ. ഞാൻ നുറുങ്ങി സത്യ. പക്ഷെ ഞാൻ നുറുങ്ങിയത് കർത്താവിൻ്റെ കയ്യിലിരുന്ന. ഞാൻ മനുഷ്യന്റെ കയ്യിലിരുന്നല്ല നുറുങ്ങിയേ. ഏതോ എനിക്കെതിരെ നിന്ന് പദ്ധതി ഇട്ടവരുടെ കയ്യിലിരുന്നല്ല ഞാൻ നുറുങ്ങിയേ. ഞാൻ നുറുങ്ങിയത് എൻ്റെ സൃഷ്ടിതാവിൻ്റെ കരത്തിലിരുന്ന, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെനഞ്ഞ കരത്തിലിരുന്ന, അമ്മയുടെ ഉദരത്തിൽ ഈ രൂപത്തിൽ എന്നെ മെനഞ്ഞൊരു കരമുണ്ട്. ആ കരത്തിലിരുന്ന ഞാൻ ഉടഞ്ഞത്, ഞാൻ നുറുങ്ങിയത്. അതുകൊണ്ടൊരു ഉറപ്പുണ്ട്, ഈ കരത്തിൽ ഞാൻ നുറുങ്ങുന്നിടത്തോളം കാലം ഞാൻ സുരക്ഷിതമാണ്. അതാണ് നമ്മുടെ ധൈര്യം. നമ്മൾ നുറുങ്ങി, നമ്മൾ ഉടഞ്ഞു. പക്ഷെ നമ്മൾ നുറുങ്ങിയത് കർത്താവിൻ്റെ കരത്തിലിരുന്ന, ലോകത്തിൻ്റെ മുമ്പിലല്ല, ദേശക്കാരുടെ മുമ്പിലല്ല, എൻ്റെ കർത്താവിൻ്റെ ഉള്ളം കരത്തിലിരുന്ന നീ നുറുങ്ങിയത്. എൻ്റെ കർത്താവിൻ്റെ കരത്തിലിരുന്ന് നുറുങ്ങിയ വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്നിൽ വർധനവ് വെളിപ്പെടാൻ പോവാ. ഈ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞ് വർധനവ് വെളിപ്പെട്ടത് നുറുങ്ങിയവരുടെ മേലാണ്. ഞാൻ ആത്മാവിൽ വചനം പ്രവചിക്കുമ്പോ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വർധനവുകൾ നിന്നിൽ വെളിപ്പെടട്ടെ. നിന്റെ ആത്മീക മാത്രമല്ല, നിന്റെ ഭൗതികം മാത്രമല്ല, നിന്റെ സമസ്ത മേഖലകളിൽ തൊടുന്ന ദൈവിക വർധനവ്. ശബരാധാരി ബലവൈഡബരം തുരവൈശബരകബാരി വരവൈഡബരം ചാരാധാരി കാമാനാ ധീരമനഞ്ചര വൈഡബരകബാരി ബരവച്ചബ്നാരാം തേര ചാരി ബരവൈഡബരകബാരി ബരവച്ചബരകബാരി ബരഘടകച്ചേരകനാരം ധാര അർത്ഥര വൈഡബരകബാരി ബരവച്ചബരകബാരി ബരവൈഡ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. നീ നുറുങ്ങിയിട്ടുണ്ടെങ്കിൽ നീ വർദ്ധിക്കാൻ പോവുക. വർദ്ധിക്കാതെ ദൈവം നിന്നെ നുറുക്കത്തില്ല. വർദ്ധിക്കാൻ വേണ്ടിയാ നുറുങ്ങിയത്. നമ്മുടെ സഭ നുറുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലൊരു വർധനവുണ്ട്. നിന്റെ തലമുറയുടെ ഭാവി നുറുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു വർധനവുണ്ട്. നിന്റെ വിദ്യാഭ്യാസം നുറുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു വർധനവുണ്ട്. നിന്റെ ഉപജീവനം നുറുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു വർധനവുണ്ട്. നിന്റെ ബിസിനസ് നുറുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു വർധനവുണ്ട്.
എന്നോട് ദൈവാത്മാവ് പറയുന്നു, ദൈവം മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുക, ഇരട്ടിപ്പിക്കാൻ പോവുക. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. നിന്റെ വസ്തുവകകൾ ഇരട്ടിക്കുക, നിന്റെ ബിസിനസ് ഇരട്ടിക്കുക, നിന്റെ ഉപജീവന മേഖല ഇരട്ടിക്കുക, നിനക്ക് വേണ്ടി തുറന്നു വരുന്ന വാതിലുകൾ ഇരട്ടിക്കുക. എന്റെ ദൈവം വർദ്ധിപ്പിക്കാൻ പോവുക. അങ്ങനെ ഒരു ദൈവിക കര ഈ പകൽ ചലിക്കുകയാണ്. ക്ഷീരബലംധര വൈഡബരംധര വൈഡബരകവരീബരവക്ഷബരംധര വൈഡബ ശാരാധാരാധികാമാനാഹൽചാരാധ. തൊടണമപ്പ, തൊടണം. ഇതിനകത്ത് കയറി വന്ന നുറുങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകൽ വർദ്ധിക്കാൻ പോകുക. ശരാബലാരകൾക്ക് അറിയാലഘടകരാരകൾക്ക് എൻ്റെ ജീവിതം നുറുങ്ങിയതാണെന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവരൊന്ന് കയ്യമുയർത്തിയാട്ടെ. ആ കരമുയർത്തിയവരോട് ദൂത് പറയാം, നീ വർദ്ധിക്കുന്നതിൻ്റെ ആരംഭം. ഞാൻ കണ്ണുപോലും തുറന്നു നോക്കിയിട്ടില്ല. വചനം അങ്ങനെ റിലീസ് ചെയ്യുക, നീ വർദ്ധിക്കാൻ പോവാ. എൻ്റെ ദൈവം ചുമ്മാ നുറുക്കില്ല കേട്ടോ. എൻ്റെ ദൈവം ചുമ്മാ നുറുക്കില്ല. എല്ലാവരെയും അവൻ നുറുക്കില്ല. അവന് വർദ്ധിപ്പിക്കാൻ പദ്ധതിയുള്ളവരെ എൻ്റെ ദൈവം നുറുക്കൂ. അവന് വർദ്ധിപ്പിക്കാൻ പദ്ധതിയുള്ളവരെ നുറുക്കൂ. ആയിരങ്ങൾ നിന്റെ കൂടെ ജോലി ചെയ്തവർക്കാണ്, ആയിരങ്ങൾ നിന്റെ കൂടെയുള്ളവർക്കാണ്. പക്ഷെ അവരെ ആരെയും നുറുക്കിയില്ലല്ലോ. അവർക്കാർക്കും ഈ വേദന വന്നില്ലല്ലോ, അവർക്കാർക്കും ഈ വിഷയം വന്നില്ലല്ലോ. നിനക്ക് മാത്രമല്ല ഈ നുറുക്കം വന്ന് നീ വർദ്ധിക്കാൻ സമയമോ. വാവിട്ട് കരഞ്ഞു. എന്നെ ദൈവം വർദ്ധിപ്പിക്കാൻ പോകുക. നീ അഞ്ചപ്പമായി ദൈവത്തിന്റെ കരത്തിൽ കൊടുത്തത് 12 കൊട്ട ബാക്കിയെടുക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ വർധന വെളിപ്പെടട്ടെ. വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അമ്മേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കുറച്ച് നാളായുള്ളൂ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു ചർച്ച തുടങ്ങിയിട്ട്. ഈ എൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന, കർത്താവേ ഞാൻ നുറുങ്ങാൻ റെഡിയാ. കാരണം ഇനി സഭകൾ വളരട്ടെ. ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഞാൻ നുറുങ്ങാൻ റെഡിയാ. സഭകൾ വർദ്ധിക്കട്ടെ, ആത്മാക്കൾ വർദ്ധിക്കട്ടെ, ദൈവജനം വർദ്ധിക്കട്ടെ. നിന്റെ നുറുക്കം എത്ര വേദനാജനകമാണോ അത്രത്തോളം എന്റെ ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. നുറുങ്ങിയവർ മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ കേട്ടോ. ചുമ്മാതിരുന്നവരാരും വർദ്ധിച്ചിട്ടില്ല. നുറുങ്ങിയവർ മാത്രമേ ദൈവം വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്നേക്ക് കോവിഡിന് മുമ്പ് 2019 കോവിഡ് ചൈനയിൽ ആദ്യമായി വരുന്ന സമയത്ത് ഞാൻ മീറ്റിങ്ങിൽ 7 ദിവസത്തേക്ക് വേണ്ടി ദുബായിലാണ്. ആ സമയത്ത് ഞാൻ ദുബായിൽ കരാമ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിക്കുന്ന സമയത്ത് ദൈവാത്മാവിനെ ഒരു കുടുംബത്തെ കാണിച്ചു. ഞാൻ കുടുംബത്തിൻ്റെ അടുക്കൽ പോയിട്ട് ദൈവാത്മാവിനോട് പറഞ്ഞു, ഈ നുറുക്കം ഒരു വർധനവിനാണ്. അന്ന് ഒരു സഹോദരൻ, ഒരു സഹോദരി, 3 മക്കൾ. ഈ ദൂത് കേട്ടതും നിന്നവർ പൊട്ടിക്കരഞ്ഞു താഴെ ഇരിക്കാൻ തുടങ്ങി. ഒട്ടുമേൽ നിന്ന് വാവിട്ട് കരഞ്ഞു. ഞാൻ അവരോടൊരു ദൂത് പറഞ്ഞു, നീ വർദ്ധിക്കും. നിന്റെ കൈകൊണ്ട് അനേകരുടെ വിശപ്പ് നീ അടക്കും. ഈ ദൂതൊക്കെ പറഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ ഇന്ന നാട്ടുകാരാണ്, ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ വന്നു, ഒരു ബിസിനസ് തുടങ്ങി. ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിലല്ല, മറ്റൊരു കൂട്ടുകാരൻ്റെ ഫ്ലാറ്റിൽ ഒളിച്ചു താമസിക്കുക. എൻ്റെ തലവട്ടം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൂടെ വർക്കേഴ്സിന് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത ദിവസങ്ങൾ. എനിക്കെതിരെ ചെക്ക് കേസ് വന്നു. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന്
കേസുകൾ, കുരുക്കുകൾ, സാമ്പത്തിക ഞെരുക്കങ്ങളെല്ലാം വന്നു. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലൊരു ജീവിതം എനിക്കുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കുക. പ്രിയ, 6 മാസങ്ങൾക്ക് ശേഷം ഇന്ത്യ മൊത്തം കോവിഡാണ്, ദേശം മൊത്തം കോവിഡാണ്. ആ വ്യക്തി എന്നോട് പറഞ്ഞത്, പക്ഷേ കേസുകളെല്ലാം തിരിഞ്ഞു. ദൈവം നീതിയുള്ളവൻ എൻ്റെ ജീവിതത്തിൽ തെളിയിച്ചു. ആത്മാവ് ഞാൻ പറയട്ടെ, അവർക്ക് UAE മാത്രം 9 സലൂണുണ്ട്. സാധാ സലൂണല്ല, സെലിബ്രിറ്റികൾ വരുന്ന സലൂൺ. ആ ദൈവദാസൻ്റെ ബിസിനസ് ഡെവലപ്പായി. എനിക്ക് പേരറിയാം, ബ്രാൻഡിൻ്റെ നെയിം അറിയാം. അവരൊരു ബ്രാൻഡായി മാറി. പക്ഷെ ലൈവായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. നുറുങ്ങിയിട്ടുണ്ടോ? നീ വർദ്ധിക്കും, നീ വർദ്ധിക്കും. ഇവിടെ നിൽക്കുന്ന ഇത്രയും ധൈര്യത്തോടെ പാസ്റ്ററെ, നിങ്ങൾക്ക് എന്താ ഇത്രയും ധൈര്യത്തോടെ ഇത് പ്രസംഗിക്കാൻ കഴിയുന്നേ? കൈ നന്മയുണ്ടായിട്ടല്ല, ആൾബലമുണ്ടായിട്ടല്ല. ഞാൻ നുറുങ്ങിയതെനിക്കറിയാം, ഞാൻ നുറുങ്ങിയതെനിക്കറിയാം. ആ നുറുക്കത്തിൻ്റെ വേദന എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ അപ്പൻ എന്നെ വർദ്ധിപ്പിക്കാതിരിക്കില്ല. ഈ പകൽ ഞാൻ ആത്മാവിൽ വചനം കൈമാറുമ്പോ ചില കൂടാരങ്ങൾക്കകത്ത് വലിയ വർധനവ്, എഴുതി ചിട്ടപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ, അളക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ വർധനവ്. അങ്ങനെ ദൈവം ചിലരുടെ ശിരസിന്റെ മേൽ കരം വെച്ച് ദൂത് കൈമാറുക കേട്ടോ. ഇന്ന് ചെയ്യുന്നതല്ല, ഇന്നായിരിക്കുന്ന മേഖലകളല്ല, ഒന്നിലധികം മേഖലകളിലൂടെ ദൈവത്തിന്റെ നന്മകൾ എന്റെ കൂടാരത്തിൽ വരത്തക്ക രീതിയിൽ ദൈവത്തിന്റെ വർധനവ് വെളിപ്പെടുകയാ. വർദ്ധിക്കണോ? വർദ്ധിക്കണോ? നീ വർദ്ധിക്കണമെങ്കിൽ നീ നുറുങ്ങണം. നുറുങ്ങിയിട്ടുണ്ടോ? അത് അത്ഭുതത്തിന്റെ ആരംഭമാണ്. നുറുക്കം വർധനവിന്റെ ആരംഭമാണ്. ഒന്ന് പറഞ്ഞാട്ടെ, നുറുക്കം വർധനവിന്റെ ആരംഭമാണ്. ഞാൻ നുറുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വർദ്ധിക്കും. അമ്മേ, എൻ്റെ ദൈവം 5 അപ്പത്തെയും 2 മീനിനെയും ദൈവം നുറുക്കി. 5 അപ്പം കൊണ്ട് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? അമ്മമാരെന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ കഴിച്ചില്ലെങ്കിലും കൂടിപ്പോയ 2 പേർക്ക്, പോട്ട് 3 പേർക്ക്. ഹലോ, അതിലപ്പുറം 5 അപ്പം കൊണ്ട് ആർക്കും വിശപ്പ് മാറ്റാൻ? ഹലോ. പക്ഷെ എൻ്റെ ദൈവവചനം പറയുന്നു, ആ 5 അപ്പത്തെ എൻ്റെ കർത്താവ് നുറുക്കിയപ്പോൾ ഏകദേശം 15,000-ലധികം പേരെ ദൈവം വയറു നിറച്ചു പോഷിപ്പിച്ചു. അവിടം കൊണ്ട് നീർന്നില്ല. എൻ്റെ ദൈവം വർദ്ധിപ്പിച്ച നിന്റെ ആവശ്യം മാത്രമല്ല, നിനക്ക് ഒരു നിറവും കൂടെ തരും, നിന്നിലൊരു ശേഷിപ്പും കൂടെ വയ്ക്കും. വചനം പറയുന്നു, 15,000-ലധികം വ്യക്തികളെ പോഷിപ്പിച്ചു ദൈവം വിട്ടിട്ട് അവർ 12 കൊട്ട ബാക്കിയെടുത്തു. ഈ പകലാത്മാവിലൊരു ദൂത് കൈമാറാ, നുറുങ്ങിയവരുടെ ജീവിതത്തിലൊരു ശേഷിപ്പുണ്ട്. അമ്മേ, ഹല്ലേലൂയ. അതുകൊണ്ട് വർധനവിൻ്റെ ആരംഭമാണ് നുറുക്കം. അമ്മേ പറഞ്ഞാട്ടെ, വർധനവിൻ്റെ ആരംഭമാണ് നുറുക്കം. പ്രിയരേ, വചനം ഇങ്ങനെ പറയുന്നു. ആമേ, യോസേപ്പ് വചനം ഇങ്ങനെ പറയുന്നു, തൻ്റെ സഹോദരങ്ങൾ തനിക്കെതിരായി പൊട്ടക്കിണറൊരുക്കി അടിമച്ചന്തയിൽ നിർത്തി. ആമേ അവസാന കാരാഗ്രഹത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. അർത്ഥം ഇത്രയുള്ളൂ, ചേർത്തു നിർത്തേണ്ടവർ ചേർത്ത് നിർത്തിയില്ല, കരുതേണ്ടവർ കരുതിയില്ല. ആമേ, കരുതുമെന്ന് സ്വപ്നം കണ്ടവരും ഇവരെല്ലാം എൻ്റെ കൂടെ കാണുമെന്ന് പറഞ്ഞവരൊക്കെയും നിന്നെ പൊട്ടക്കിണറിനകത്തിട്ട് ഒതുക്കാൻ ശ്രമിച്ചു. ഞാനൊരു രഹസ്യം പറയാം. അമ്മേ, ഹല്ലേലൂയ. ഏറ്റവും വലിയ പോരാട്ടം ദേശത്തുനിന്നല്ല, ആരോടും പറയണ്ട. ഏറ്റവും വലിയ പോരാട്ടം കുടുംബത്തിനകത്തുനിന്ന്.
ആമേൻ. ഹല്ലേലൂയ. പുറത്തുള്ളവൻ എന്തേലും പറഞ്ഞാൽ നമുക്കൊരു വിഷയം, വി നെവർ മൈൻഡ്, അല്ലേ? പക്ഷെ ചേർത്ത് നിർത്തേണ്ടവർ നമുക്കെതിരെ നിന്നാൽ, കരുതേണ്ടവർ നമുക്കെതിരെ നിന്നാൽ, വചനം പറയുന്നു, ശിംശോനെ കെട്ടിയ കെട്ട് ദേശക്കാരുടെയല്ല, സ്വന്തം ജനം കെട്ടിയ കെട്ട്. ഹലോ, ശിംശോനെ കെട്ടിയത് സ്വന്തം ജനമാണ്. ശിംശോനെ ഒതുക്കാൻ ശ്രമിച്ചത് സ്വന്തം ജനമാണ്. ഈ പകൽക്കാലം ചേർത്തു നിർത്തുമെന്നും പരിഗണിക്കുമെന്നും കൂടെ കാണുമെന്ന് പറഞ്ഞവർ നിനക്കെതിരെ പദ്ധതി ഒരുക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, എന്തിൻ്റെ ആരംഭമാണ്. മനസ്സിലായില്ല. നിന്റെ കൂടെ നിൽക്കേണ്ടവർ നിനക്കെതിരെ തിരിയുന്നെങ്കിൽ, ഒരുമിച്ചിറങ്ങി തിരിച്ചിട്ടും കൂടെ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടും രഹസ്യത്തിൽ നിന്നെ ഒതുക്കാൻ അജണ്ടകൾ ഒരുക്കുന്നുണ്ടെങ്കിൽ, നിനക്കവർ സമ്മാനിക്കുന്നത് പൊട്ടക്കിണറും കാരാഗ്രഹവുമാണെങ്കിൽ, യോസേഫേ നീ ഓർത്തോ, അടുത്തൊരു ലെവലുണ്ട്. ഇത് രാജകീയമായ അനുഗ്രഹം നിന്നെ തേടി വരുന്നതിന്റെ ആരംഭമാണ്. അർഹതയില്ലാത്ത മാന്യത വേണോ? അർഹതയില്ലാത്ത മാന്യത വേണോ? സ്വപ്നം കാണാൻ കഴിയാത്ത ഉയർച്ച വേണോ? ഹലോ, പലരും നിന്നെ ത്യജിക്കണം. ഹലോ, ആർക്കും ഉയരാൻ കഴിയാത്ത രീതിയിൽ ഉയരണോ? ലോകം നിന്നെ റിജക്റ്റ് ചെയ്യണം. ലോകം നിന്നെ റിജക്റ്റ് ചെയ്യണം. സഹോദരങ്ങൾ യോസേഫിനെ റിജക്റ്റ് ചെയ്തു. അവന് പൊട്ടക്കിണറും അടിമച്ചന്തയും കൊടുത്തപ്പോ ചേർത്ത് നിർത്തി ഗ്രഹവിചാരകനാക്കി മാറ്റി. ഗ്രഹവിചാരകത്വത്തിന് വിശ്വസ്തനായിരുന്ന ആമെ യോസേഫിന് പോത്തിഫർ നൽകിയത് ആമെ കാരാഗ്രഹവാസമാണെങ്കിൽ, ശ്രദ്ധിച്ചു കേട്ടോ, ചേർത്തു നിർത്തിയവർ നിനക്ക് സമ്മാനിച്ചത് തകർച്ചയാണെങ്കിൽ, ദൈവം പറയുന്നു, ചില റിജക്ഷനുകൾ സംഭവിച്ചത് ദൈവം നിന്നെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. ഈ പകൽ ആരെയൊക്കെ ആത്മാവ് പ്രവചിക്കുക, ലോകം റിജക്റ്റ് ചെയ്തത് അർഹതയില്ലാത്ത മാന്യതയിലേക്ക് ദൈവം നിന്നെ സെലക്ട് ചെയ്ത് കയറ്റാൻ വേണ്ടിയാ. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ചാമേൻ പറഞ്ഞ് സ്വീകരിക്കട്ടെ. വൈഡാബാല ഹർത്താരാധന ഘടകജരാജര ഗന്ധര വൈഡപരംധര ഘടക റീവാരാധ റീഖാമാന. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം, ചേർത്തു നിർത്തുന്നവർ നിന്നെ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നിന്നിൽ എന്തോ മാന്യത വെളിപ്പെടാൻ സമയമായി. സങ്കീർത്തനം വായിച്ച സമയത്ത് ദൈവദാസൻ വായിച്ചൊരു പദമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ദാവീദ് പാടുന്നൊരു സങ്കീർത്തനം. പദം ഇങ്ങനെയാണ്: അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. അപ്പനും അമ്മയും ഉപേക്ഷിച്ചപ്പോഴാ ദൈവം എന്നെ. അർത്ഥം ഇത്രയുള്ളൂ, ലോകം നിന്നെ ഉപേക്ഷിച്ചപ്പോൾ ദൈവം നിന്നെ മാന്യനാക്കാൻ ചേർത്ത് പിടിച്ചു. രാജകീയമായത് വെളിപ്പെടണോ? ചിലർ നിന്നെ ഉപേക്ഷിക്കണം. ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ ചിലർ നിനക്കെതിരെ തിരിയണം. അപ്പോൾ ദൈവം പറയൂ, ഇത് നിന്നെ മാന്യതയാക്കാനുള്ള അടയാളത്തിന്റെ ആരംഭമാണ് കുഞ്ഞ്. നീ ഭാരപ്പെട്ടു പോകരുത്, അധൈര്യപ്പെട്ടു പോകരുത്. പിന്നിലൊരു മാന്യത വെളിപ്പെടാൻ സമയമാ. പ്രിയരെ, ലോകം ഉപേക്ഷിച്ചത് കൊണ്ട് ദാവീദ് രാജാവായത്. എന്റെ കൂടെ ഉണ്ടോ? യോസേഫേ, സഹോദരന്മാർ നിന്നെ ഉപേക്ഷിച്ചത് കൊണ്ട് നിന്നെ മിസ്രൈമിലെ ധനകാര്യ മന്ത്രിയാക്കി ഞാൻ ഇരുത്തിയത്. ഇന്ന് പകലും ഈ ആലയത്തിനകത്ത് കയറി വന്നപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: കർത്താവേ, എന്നെ പലരും ഉപേക്ഷിച്ചു, എന്നെ ആർക്കും വേണ്ട. എൻ്റെ കയ്യിൽ നന്മയുണ്ടായിരുന്ന കാലത്ത്, എനിക്ക് ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത്, എനിക്ക് സൗന്ദര്യമുണ്ടായിരുന്ന കാലത്ത് പലർക്കും എന്നെ വേണമായിരുന്നു. ഹലോ ആമേൻ. ഇന്ന് എന്നെ പലർക്കും വേണ്ട. ഇന്ന് പകൽക്കാല പലരും എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ, പലരും ഉപേക്ഷിച്ചതിന് കാരണം ദൈവം എന്നെ ചേർത്തു പിടിക്കാൻ സമയമായി. പലരും ഉപേക്ഷിക്കാൻ കാരണം
ദൈവം നിന്നെ ചേർത്ത് പിടിക്കാൻ സമയമായി. ഞാൻ ആത്മാവിൽ നിങ്ങളുടെ ശിരസിൽ കൈവച്ചൊരു ദൂത് കൈമാറാം. ദൈവം ചേർത്ത് പിടിക്കുന്നവന് വേണ്ടി എൻ്റെ ദൈവം തുറക്കുന്നത് സാധാരണമല്ല. It's not an ordinary word, but it's an extraordinary word. Something royal. രാജകീയമായ ചിലവിലേക്ക് എൻ്റെ ദൈവം നിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുക. ഈ പകൽ വിശ്വസിക്ക്, ഈ കാണാൻ പോകുന്നത് രാജകീയമായ ചിലവാണ്. ആരൊക്കെ ഉപേക്ഷിച്ച ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ലൈവിലൂടെ കാണുന്നവർ, ഈ ഹോളിനകത്തിരിക്കുന്നവ, ദൈവം പറയുക, കുഞ്ഞെ, പലരും നിന്നെ ഉപേക്ഷിച്ചത് അതൊരാരംഭമാണ്. നീ ഭാരപ്പെടരുത്. നിന്നിൽ രാജകീയമായ ചിലവ് വെളിപ്പെടാനുള്ള ആരംഭമാണ്. ഇന്ന് പകൽക്കാലം ചിലർ ഉപേക്ഷിച്ചത് കൊണ്ടാണ് നീ എത്തേണ്ടടുത്ത് എത്തിയത്. ഇന്ന് പകൽക്കാലം നിന്നെ ലോകം റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ, നിന്നെ രാജകീയമായത് വെളിപ്പെടാൻ സമയമായി. രാജകീയമായത് വെളിപ്പെടുന്നതിൻ്റെ അടയാളമാണ് റിജക്ഷൻ. റിജക്ഷൻ ആരെ വേണമെങ്കിലും നിങ്ങൾ വേദപുസ്തകത്തിനകത്ത് വായിച്ചു നോക്കി. നമ്മളെടുത്ത കുറിവാക്യത്തിനകത്തും കിടപ്പുണ്ട് 5 കൽപ്പാത്രം. 5 കൽപ്പാത്രം. ശുദ്ധീകരണ നിയമം അനുസരിച്ച് ഒരിക്കൽ പോലും വീട്ടിൽ കയറാൻ യോഗ്യതയില്ല. അതിൻ്റെ അവസ്ഥ മുഴുവന് കൽപ്പാത്രമായി പുറംപറമ്പിൽ കിടക്കാൻ ആൾക്കാരുടെ കരം കഴുകേണ്ട, വേസ്റ്റുകൾ കൊണ്ടിടേണ്ട ഒരു കൽപ്പാത്രമായി ഒതുങ്ങേണ്ട ചിലതിനെയാണ് ദൈവം പറഞ്ഞത് ലോകം ഉപേക്ഷിച്ച് മാറ്റി നിർത്തി റിജക്റ്റ് ചെയ്ത ആ കൽപ്പാത്രങ്ങളെ കഴുകി ശുദ്ധീകരിച്ചു കൊണ്ടുവന്ന് വെള്ളം വക്കോളം നിറപ്പി അതിൻ്റെ മേലാണ് എനിക്ക് അത്ഭുതം വെളിപ്പെടുത്താനുള്ളതെങ്കിൽ ഈ പകൽക്കാലം ലോകം റിജക്റ്റ് ചെയ്തവരെന്നെ കേൾക്കുന്നുണ്ടോ? എന്റെ ദൈവം പറയുന്നു, രാജകീയമായ ചിലവ് ഇന്നിൽ വെളിപ്പെടും, അതിന്റെ അടയാളമാണ്. ഞാനൊരു കാര്യം പറയാം. പണമുള്ളപ്പോഴും ആരോഗ്യമുള്ളപ്പോഴും സൗന്ദര്യമുള്ളപ്പോഴൊക്കെ ആൾക്കാർ കാണുകയുള്ളൂ കേട്ടോ. അമ്മേ, ഈ ആരോഗ്യവും ഈ സൗന്ദര്യവും ഈ കഴിവൊക്കെ ഉള്ളപ്പോഴേ മനുഷ്യൻ കൂടെ കാണും. അമ്മേ, ഇതെല്ലാം നഷ്ടപ്പെട്ടാൽ നമ്മൾ വെറും കറി ലീഫാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു സാധനമാണ്. ഒത്തിരിയൊന്നും മക്കളെ കണ്ടൊന്നും അഹങ്കരിക്കരുത്. അമ്മേ, കയ്യിലെ നന്മ കണ്ടൊന്നും ഒത്തിരി അഹങ്കരിക്കരുത്. കാരണം ഇതെല്ലാം ജീവിതത്തിൻ്റെ മുൻപിൽ ഒന്നുമല്ലാത്ത സാഹചര്യങ്ങൾ വെളിപ്പെടും. പക്ഷെ വചനം പറയുന്നു, ലോകം ഉപേക്ഷിച്ചതിനെ ദൈവം രാജകീയമാക്കി മാറ്റി. രാജകീയമായ ജീവിതം വേണോ? രാജകീയമായ ഭാവി വേണോ? രാജകീയമായ ഉയർച്ച വേണോ? ലോകം നിന്നെ അവൻ ഉപേക്ഷിക്കപ്പെടണം. ലോകത്താൽ ഉപേക്ഷിക്കപ്പെടുന്നവർക്ക് അങ്ങനെയുള്ള മാന്യത വെളിപ്പെടുന്നേ, അങ്ങനെയുള്ള ഉയർച്ച വെളിപ്പെടുന്നേ. ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്തിരിക്കുന്ന ചിലരിൽ അത് വെളിപ്പെടും. അത് വെളിപ്പെടും. കുഞ്ഞെ, ലോകം ഉപേക്ഷിച്ച നിന്നിൽ രാജകീയമായ ചിലത് വെളിപ്പെട്ടാൽ, നിന്നെ പരിഗണിക്കാത്തവരുണ്ടല്ലോ, നിന്നെ മാറ്റി നിർത്തിയവരുണ്ടല്ലോ, നിന്നെ മാറ്റി നിർത്തിയവർ നിന്റെ നന്മ തേടി നിന്റെ മുമ്പിൽ വരുന്നൊരു കാലം വരും. അമ്മേ, യോസേഫിനെ പ്രസംഗിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നൊരു പദമുണ്ട്, പൊട്ടക്കിണറിനകത്തിട്ട് അതേ സഹോദരന്മാർ എങ്ങനെയാ വന്നേ? കാലിച്ചാക്കുമായിട്ടാ വന്നേ. കാലിച്ചാക്കുമായിട്ടാ വന്നേ. 10 വരുന്നുണ്ട്. 10 തോളിൽ 10 കാലിച്ചാക്കുണ്ട്. 10 കാലിച്ചാക്കുണ്ട്. സഹോദരങ്ങൾ ഉപേക്ഷിച്ച യോസേഫോ, വചനം പറയുന്നു, അവന്റെ പണ്ണകശാലകൾ നിറഞ്ഞു. യോസേഫിന്റെ ജീവിതത്തെ പറ്റി പറയുക, അവൻ ഒരുക്കി വെച്ച പണ്ണകശാലകൾ ധാന്യം കൊണ്ട് നിറഞ്ഞു.
അളക്കാൻ കഴിയാത്ത വണ്ണം ധാന്യം വർദ്ധിച്ചതുകൊണ്ട് അളവ് നിർത്തിവെച്ചെന്ന എന്ന് പറഞ്ഞാൽ അളക്കാൻ കഴിയാത്ത രീതിയിൽ യോസേഫിനെ മാനിച്ചു. ദൈവം യോസേഫിനെ അളക്കാൻ കഴിയാത്ത രീതിയിൽ, അർത്ഥം അളവില്ലാതെ യോസേഫിനെ മാനിച്ചപ്പോ ആരെല്ലാം യോസേഫിനെ ഒതുക്കിയോ അവര് കാലിച്ചാക്കുമായി വരികയാ. നിങ്ങൾ നോക്കി അങ്ങനെ പ്രവചിക്കുക. ആരെല്ലാം നിന്നെ തകർക്കാൻ ശ്രമിച്ചാലും അവരെല്ലാം നിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നൊരു സമയം വരും. നിന്നെ തേടി വരുന്നൊരു സമയം വരും. അവൾ രക്ഷപ്പെട്ടു, അവൻ രക്ഷപ്പെട്ടു. അവളുടെ ജീവിതം മാറി, അവന്റെ ജീവിതം മാറി, അവന്റെ ശുശ്രൂഷ മാറി, അവന്റെ ലെവല് മാറി എന്നറിയുമ്പോ അവർ നിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുന്നൊരു സീസൺ എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യും കേട്ടോ. അന്റെ ദൈവത്തിന്റെ നീതിയാ, അതെന്റെ ദൈവത്തിന്റെ നീതിയാ. ലോകം റിജക്റ്റ് ചെയ്തതിനെ ദൈവം സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാലത്ത് നിന്നെ തകർക്കാൻ ശ്രമിച്ചവർ പോലും നിന്റെ മുൻപിൽ മുട്ടുകുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാന്യതയുടെ അടയാളമാണ് പലരും നമ്മെ തിരസ്കരിക്കുന്നത്. ദൈവം ഉയർത്തുന്നതിൻ്റെ അടയാളമാണ് റിജക്ഷൻ. ഹലോ, നമ്മൾ ചിന്തിച്ചു, വർധനവിൻ്റെ അടയാളമാണ് നുറുക്കം. വർധനവിൻ്റെ അടയാളമാണ് നുറുക്കം. ആമേ, ദൈവം മാനിക്കുന്നതിൻ്റെ അടയാളമാണ് റിജക്ഷൻ. ഒരു കാര്യം കൂടെ പറയാനേ സമയമുള്ളൂ, ഒരു കാര്യം കൂടെ പറയാനേ ആഗ്രഹമുണ്ട്. വേറൊരാവശ്യമായിട്ട് വേഗത്തിൽ പോകണം, അടുത്ത ആഴ്ച വരത്തുള്ളൂ. അതുകൊണ്ട് ഒറ്റ ദൂതും കൂടെ ഞാൻ പറയാം, പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നു, കൊയ്ത്ത് കാലമാകുമ്പോൾ യോർദാൻ കരകവിഞ്ഞൊഴുകും. അർത്ഥം, ജീവിതത്തിൽ കൊയ്ത്ത് വെളിപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വെളിപ്പെടുന്ന അടയാളമാണ് യോർദാൻ കരകവിയുന്നത്. അർത്ഥം, ഈ കൊയ്ത്തിലേക്ക് നീ എത്താതിരിക്കാൻ യോർദാൻ കരകവിഞ്ഞൊഴുകുകയാ. ഞാനിവിടെ പ്രസംഗിച്ചിട്ടുണ്ട് യോർദാൻ്റെ 4 പ്രത്യേകതകൾ. മേലൊഴുക്കുള്ള യോർദാൻ, മരണത്തിൻ്റെ യോർദാൻ, അടിയൊഴുക്കുള്ള യോർദാൻ, എക്കൽ മണ്ണുള്ള യോർദാൻ. യോർദാൻ്റെ പ്രത്യേകത, കൊയ്ത്ത് വെളിപ്പെടുമ്പോഴേ യോർദാൻ കര കവിയൂ. അമ്മേ, ഇന്ന് പകൽക്കാലം ചിന്തിക്കാൻ കഴിയാത്ത പ്രതിസന്ധി വരുന്നുണ്ടോ? താങ്ങാൻ കഴിയാത്ത പ്രതികൂലം വരുന്നുണ്ടോ? മരണം മുഖാമുഖമായി കാണുന്നത് പോലുള്ള അവസ്ഥകൾ വരുന്നുണ്ടോ? എഴുതിയിട്ടോ, ഒരു കൊയ്ത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. ഈ യോർദാന്റെ പ്രത്യേകത, കൊയ്ത്തിൽ എത്താതിരിക്കാനാ ഈ യോർദാൻ കരകവിയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം വച്ച കൊയ്ത്ത്, നീ നാളുകളായി കണ്ണുനീരോടെ വിതച്ച ദൈവസന്നിധി പ്രാർത്ഥിച്ച് ഉപവസിച്ച് കരഞ്ഞ വിഷയങ്ങൾക്ക് ദൈവത്തിൻ്റെ മറുപടി വെളിപ്പെടുന്നതിന് മുമ്പ് നിന്നെ വേരോടെ ഈ ജീവിതത്തിൽ നിന്ന് ഒരുപക്ഷെ ആത്മഹത്യയായിരിക്കുക, ഒരുപക്ഷെ നിന്റെ ജീവനെ ആയിരിക്കുക, ഈ ദേശത്ത് ഉന്മൂലനം ചെയ്തു കളയോ. ചില മരണത്തിന്റെ യോർദാനുകൾ അടിയൊഴുക്കുകൂടെ എഴുന്നേറ്റ് വരുമ്പോ ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, ചില യോർദാനെ മുറിച്ച് ചില വാഗ്ദത്തത്തിന്റെ കൊയ്ത്തിലേക്ക് ഈ പകൽ കയറി ചെല്ലുന്ന വലിയ ദൈവ പ്രവർത്തികൾ മനസ്സിലായവരുണ്ടെങ്കിൽ അടങ്ങിയിരിക്കാൻ കഴിയില്ല. നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് ചില കൊയ്ത്തിനെ തടയുന്ന യോർദാനെ വെട്ടിമാറ്റി ചില മരണത്തിന്റെ ശക്തികളെ നിന്റെ കൂടാരത്തിനകത്തുനിന്ന് ശാസിച്ച് നിന്നെ സ്വതന്ത്രമാക്കി വിടാനാ. കരമടിച്ചാരാധിച്ചു. ചില മരണങ്ങൾ വഴിമാറുന്നു, ചില ആത്മഹത്യകൾ വഴിമാറുന്നു. ആത്മഹത്യയുടെ സ്പിരിറ്റുകൾ ഈ പകൽ വഴിമാറുകയാ. പിന്നെ കൊയ്ത്തു കാണിക്കത്തില്ലെന്ന്, പിന്നെ ഒരു നന്മ കാണാൻ അനുവദിക്കത്തില്ലെന്ന്, എനക്കൊരു ജീവിതം ആമേ സന്തോഷത്തോടെ ജീവിക്കാം ആമേൻ അനുവദിക്കത്തില്ലെന്ന് വാദിക്കുന്ന ഇരുട്ടിന്റെ വെല്ലുവിളികൾ ഈ പകൽ ആത്മാവ് ശാസിക്കുക.
വലിയ വലിയ ചലനങ്ങൾ, വലിയ ചലനങ്ങൾ. കരമടിക്കുന്നെങ്കിൽ നന്നായി, അന്യഭാഷ പറയുന്നെങ്കിൽ നന്നായി, ദൈവത്തെ സ്തുതിച്ചു തുടങ്ങും. നീ പോലും അറിയാതെ ചില മരണത്തിന്റെ കുരുക്കുകൾ ദൈവം അഴിക്കുക. ഇന്ന് പകൽക്കാലം തലയ്ക്കകത്ത് കെട്ടി സ്വബോധം നഷ്ടപ്പെട്ടതുപോലെ ഇതിനകത്ത് കയറി വന്നിരിക്കുന്ന ആരുടെയൊക്കെ കെട്ടിന ദൈവം അടിച്ചു മാറ്റുക. തലയ്ക്കകത്ത് വലിയൊരു ഭാരം വന്നിരിക്കുന്നത് പോലെ ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങളെ എന്റെ ദൈവം ഈ പകൽ ശാസിക്കുക. വൈഡവരം ധുരവക്ഷവരം ധരഘടകപരാധലഘടകച്ചാരം ധാരം ധീരം വൈഡമാനാർത്താലാധാരിഖാബാലാ ഒരു കൊയ്ത്തുണ്ട് കുഞ്ഞെ, ഒരു കൊയ്ത്തുണ്ട്. നീ ക്ഷാമകാലത്ത് വിശ്വസ്തയോടെ വിതച്ചില്ലേ? കണ്ണുനീരിന്റെ ആഴത്തിൽ ആരും കൂടെ ഇല്ലായിരുന്നിട്ട് ഈ ദൈവം കൂടെയുണ്ടെന്ന് പറഞ്ഞു നീ വിതച്ചില്ലേ? അത് കൊയ്യാൻ ഒരു കൊയ്ത്ത് നിനക്കുണ്ട്, ഒരു കൊയ്ത്തുണ്ട്. ആ കൊയ്ത്ത് നിന്റെ മുൻപിൽ വെളിപ്പെട്ടപ്പോ ഏതൊക്കെ വെളിപ്പെട്ടുമെന്ന യോർദാന്റെ അടിയൊഴുക്കുകളെ വെട്ടുന്ന ഒരു അഭിഷേകം ഇതിനകത്ത് ചലിക്കുക. ഇന്ന് പകൽ ചില മരണത്തിന്റെ വെല്ലുവിളികളെ മരണത്തിന്റെ അടിയൊഴുക്കുകൾ, മരണത്തിന്റെ അടിയൊഴുക്കുകൾ. സ്വസ്ഥത നഷ്ടപ്പെട്ട് ഒരു ഭ്രാന്തനെ പോലെ, ഭ്രാന്തിയെ പോലെ ദേശത്തിന്റെ മുൻപിൽ അലയിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഈ പകൽ തകർന്നു മാറട്ടെ. ശരബാല ഹർത്താബാല ഹർത്താരാധ റീഖാബാല ശരബാല ഹർത്താരാബ ശരാരകൾ കവാടതരേട അൽക്കാരധാരകൾ കവ. പ്രിയരെ, കൊയ്ത്തിൻ വെളിപ്പെട്ടു എന്നതിൻ്റെ അടയാളമായി യോർദാൻ കരകവിയുന്നത്. ചിന്തിക്കാൻ കഴിയാത്ത പ്രതിസന്ധി നിന്നിൽ വെളിപ്പെടുന്നത് അപ്പുറത്തേതോ കൊയ്ത്ത് വെളിപ്പെട്ടെന്ന. യോർദാനെ കണ്ട് ഭയപ്പെടല്ലേ. യോർദാനിൽ തകർക്കാനല്ല എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി. യോശുവയോട് പറഞ്ഞു, യോശുവേ നീ പുരോഹിതന്മാരോട് പെട്ടകമെടുക്കാൻ പറ. യോശുവ പുരോഹിതന്മാരോട് പെട്ടകമെടുക്കാൻ പറഞ്ഞു. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാനിൽ ചവിട്ടിയപ്പോൾ യോർദാൻ രണ്ടായി. ഈ പകൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കാം, ഈ പ്രാർത്ഥനയിൽ നീ വന്നു കയറിയത് ചില മരണങ്ങൾ നിന്നെ വിട്ട് മാറാനാ. ചില റീധാരകൾക്ക് ഒതുക്കുന്ന ഇരുട്ടിന്റെ പദ്ധതികൾ നിന്നിൽ നിന്ന് ദൈവം മാറ്റാൻ പോവുക. നീ ഒന്ന് ചെയ്താൽ മതി, ദൈവത്തിന്റെ സാന്നിധ്യം ചുമന്ന് നീ അങ്ങ് ഇറങ്ങിയാ മതി. നീ എന്തിനാ ഭാരപ്പെടുന്നേ? എൻ്റെ ജീവിതം ഇങ്ങനെ തീർന്നു പോകുമോ എന്ന് നീ ചിന്തിക്കുന്ന എന്തിനാ? ആരംഭമാണ്, ആരംഭമാണ്. ദൈവം വച്ച കൊയ്ത്തിന്റെ ആരംഭമാണ്. ഞാൻ നിന്നെ ലിഫ്റ്റ് ചെയ്യും, ഞാൻ നിന്നെ ലിഫ്റ്റ് ചെയ്യും. അർഹതയില്ലാത്ത കൊയ്ത്ത് നിനക്ക് ഞാൻ തരും. നീ കൊയ്തുകൂട്ടും, നന്മകൾ കൊയ്തുകൂട്ടും. അതിലേക്ക് എത്തിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച ചില ഇരുട്ടിന്റെ പദ്ധതിയെ ദൈവം ഈ പകൽ തകർക്കുക. അമ്മേ, ഇന്ന് പകൽ വിശ്വസിക്കുക. ഒരു കൊയ്ത്തിന് മുമ്പ് അതിൻ്റെ അടയാളമാണ് യോർദാൻ. ഒരു മാന്യതയുടെ അടയാളമാണ് റിജക്ഷൻ. വർദ്ധനവിൻ്റെ അടയാളമാണ് നുറുക്കം. ഈ പകൽക്കാലം നിന്നൊന്ന് രണ്ട് കാര്യം പറയണമെന്നുണ്ട്. എൻ്റെ മുമ്പിൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട്. കർത്താവ് അനുവദിച്ച അടുത്ത ആഴ്ചയ്ക്ക് എത്ര സമയം വേണമെങ്കിലും നിൽക്കാം. പക്ഷെ ഇന്ന് പകൽ ആത്മാവിൽ ഇതൂത് പിടിച്ച് നിന്റെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടും. ആത്മാവിലൊന്ന് പറ, ഞാൻ കൊയ്യും, ഞാൻ കൊയ്യാൻ പോവാ. ചില യോർദാനെ മറികടന്ന് ഞാൻ കൊയ്യാൻ പോവാ. കരമുയർത്തി എന്ന് പറഞ്ഞാട്ടെ, ഞാൻ കൊയ്യാൻ പോവാ. അമ്മ ഹല്ലേലൂയ.
ഇന്ന് പകൽക്കാലം നിങ്ങൾ കൊയ്യും. നിങ്ങൾ കൊയ്യും. ഞാനിങ്ങനെ പറയാം, കൊയ്യുമ്പോൾ ഞങ്ങളെ ഒന്നും മറക്കല്ലേ. നിങ്ങൾ മറന്നാലും കുഴപ്പമില്ല, കർത്താവ് മറക്കില്ല. കർത്താവ്, അതാ ഞങ്ങളുടെ ധൈര്യം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. പക്ഷെ ഞാനൊരു ആത്മാവിലൊരു ദൂത് കൈമാറാം, നമുക്ക് ഒരുമിച്ച് കൊയ്യാം. ഈ പകൽക്കാലം ശത്രു വച്ച ചില യോർദാനെ മറികടക്കാം, ചില ഇരുട്ടിൻ്റെ പദ്ധതികളെ മറികടക്കാം. ഈ പട്ടണത്തിൽ മാത്രമല്ല, രാജ്യങ്ങൾക്കപ്പുറം ഒരു കൊയ്ത്തുണ്ട്. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം.